ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോക്ക് ടെസ്റ്റ് 18 അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ആയിട്ട് ആരെങ്കിലും SSC RRB പോലെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചാനലുണ്ട്, ജോയിൻ ടു വിൻ എന്ന് പറയുന്ന ഒരു ചാനൽ. ഇത് ഇത്തരത്തിലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സഹായിക്കുന്ന ഒരു ചാനലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏർലിയസ്റ്റ് അറ്റംപ്റ്റ് ഫോർ സയൻറ്റിഫിക് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഡൺ ബൈ. അതായത് ശാസ്ത്രീയമായ രീതിയിൽ വർഗീകരണത്തിനെ പറ്റി ആദ്യമായി ഒരു തുടക്കം കുറിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആദ്യകാലത്ത് നമ്മൾ വർഗീകരിച്ചിരുന്നത്, ജീവജാലങ്ങളെ നമ്മൾ വർഗീകരിച്ചിരിക്കുന്നത് ഒരിക്കലും ശാസ്ത്രീയമായ രീതിയിലായിരുന്നില്ല. അപ്പം ആദ്യമായി ആരാണ് ശാസ്ത്രീയമായ രീതിയിൽ വർഗീകരണത്തിന് ഒരു ശ്രമം നടത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അരിസ്റ്റോട്ടിൽ, ബി ലിനയസ്, സി വിറ്റാക്കർ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അരിസ്റ്റോട്ടിലാണ്. ആദ്യമായി ശാസ്ത്രീയമായ രീതിയിൽ വർഗീകരണം തുടക്കം കുറിച്ചത് അരിസ്റ്റോട്ടിലാണ്. ഇനി ലിനയസ് എന്ന് പറയുന്നത് ആരാണ്? ലിനയസ് എന്ന് പറയുന്നത് 2 കിങ്ഡം വർഗീകരണം പ്രപ്പോസ് ചെയ്ത ആളാണ്. വിറ്റാക്കർ എന്ന് പറയുന്നത് 5 കിങ്ഡം വർഗീകരണം പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ഇൻ. അതായത് 5 കിങ്ഡം വർഗീകരണം പ്രപ്പോസ് ചെയ്ത വർഷം എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 5 കിങ്ഡം വർഗീകരണം പ്രപ്പോസ് ചെയ്തത് ആരാണ്? വിറ്റാക്കർ ആണ് പ്രപ്പോസ് ചെയ്തത്. ഇദ്ദേഹം ഇത് പ്രപ്പോസ് ചെയ്തത് 1969 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ദ മെയിൻ ക്രൈറ്റീരിയ ഫോർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡ്. അതായത് 5 കിങ്ഡം വർഗീകരണത്തിന് പല രീതി, അതായത് 5 കിങ്ഡം വർഗീകരണം എന്ന് പറഞ്ഞാൽ അതിൽ ജീവജാലങ്ങളെ 5 വ്യത്യസ്തങ്ങളായിട്ടുള്ള കിങ്ഡങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇങ്ങനെ 5 തരത്തിലുള്ള കിങ്ഡങ്ങളായിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് എന്തൊക്കെ ക്യാരക്ടേഴ്സിൻ്റെ ബേസിസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സെൽ സ്ട്രക്ചർ, ബി ബോഡി ഓർഗനൈസേഷൻ, സി മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഡി റീപ്രൊഡക്ഷൻ, ഈ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഓപ്ഷൻ എഫ് വരുന്നത് ഓൾ ഓഫ് ദീസ്, ജി എ ബി സി ആൻഡ് ഡി. അപ്പം ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് സെൽ സ്ട്രക്ചർ, അതായത് കോശത്തിൻ്റെ ഘടന, ഓരോ ജീവജാലത്തിലുമുള്ള കോശത്തിൻ്റെ ഘടന ആണ് നമ്മൾ 5 കിങ്ഡം വർഗീകരണത്തിൻ്റെ ഒരു ക്യാരക്ടറായി എടുത്തിരിക്കുന്നത്. ഇനി ബി നോക്കിക്കഴിഞ്ഞാൽ ബോഡി ഓർഗനൈസേഷൻ, അതായത് ശരീരത്തിൻ്റെ ഘടന എങ്ങനെയാണ്, ഇതിനെ നമ്മൾ മറ്റൊരു ക്യാരക്ടറായിട്ടും എടുത്തിട്ടുണ്ട്. സി പറയുന്നത് മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതായത് ഇവരുടെ പോഷണ രീതി എങ്ങനെയാണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്വപോഷികളാണോ പരപോഷികളാണോ, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ 5 കിങ്ഡം വർഗീകരണം നടത്തുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി, അതായത് റീപ്രൊഡക്ഷൻ്റെ ബേസിൽ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ 5 കിങ്ഡം വർഗീകരണം ചെയ്തിരിക്കുന്നത്. അപ്പം ആൻസർ വരുന്നത് ഈ എല്ലാ ഓപ്ഷൻസും, ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. അതായത് ഓപ്ഷൻ എ മുതൽ ഇ വരെ ഉള്ളത് ഇതിൻ്റെ കറക്റ്റ് ആൻസറിൽ വരുന്നുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ പറയുന്നത് ദ സെൽ ടൈപ്പ് ഓഫ് ഓൺലി കിങ്ഡം മൊണീറ കമ്മിങ് അണ്ടർ പ്രോക്യാരിയോട്ട്, ഓൾ ദ അതർ കിങ്ഡംസ് ആർ യൂക്യാരിയോട്ട്. അതായത് കിങ്ഡം മൊണീറ, ഇതൊക്കെ പറയുന്നത് നമ്മൾ 5 കിങ്ഡം വർഗീകരണത്തെക്കുറിച്ചാണ്. അതിൽ കിങ്ഡം മൊണീറ എന്ന് പറയുന്നതിൻ്റെ സെൽ ടൈപ്പ് എന്ന് പറയുന്നത് പ്രോക്യാരിയോട്ടിക് സെൽ ടൈപ്പ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കിങ്ഡംസും, അതായത് ബാക്കിയുള്ള 4 കിങ്ഡത്തിലും കാണുന്നത് യൂക്യാരിയോട്ടിക് സെൽ ടൈപ്പുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വരികയാണെങ്കിൽ സെൽ വോൾ ഓഫ് കിങ്ഡം മൊണീറ ഈസ് നോൺ സെല്ലുലോസിക് വിത്ത് പോളിസാക്കറൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ്. കിങ്ഡം മൊണീറയുടെ സെൽ വോൾ അല്ലെങ്കിൽ കോശഭിത്തി എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത്
നോൺ സെല്ലുലോസിക് അതായത് സെല്ലുലോസ് അല്ലാതെയുള്ള മറ്റൊരു കമ്പോണന്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ പോളിസാക്കറൈഡുകളും അതുപോലെ തന്നെ അമിനോ ആസിഡുകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതായത് കിങ്ഡം മൊണീറയിൽ വരുന്ന എന്താണ്, നമ്മുടെ ബാക്ടീരിയ ഒക്കെ വരുന്നതാണ് കിങ്ഡം മൊണീറ. അവരുടെ സെൽ വോൾ എന്ന് പറഞ്ഞ് നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ട് അല്ല നിർമ്മിച്ചിരിക്കുന്നത്. ബാക്ടീരിയയുടെ സെൽ വോൾ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്, പെപ്റ്റിഡോഗ്ലൈക്കാനാണ് സെൽ വോൾ കമ്പോണന്റ്. ഇനി ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ഇൻ കിങ്ഡം മൊണീറ. അതായത് കിങ്ഡം മൊണീറയ്ക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ മർമ്മസ്തരം. കിങ്ഡം മൊണീറയ്ക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെങ്കിൽ മർമ്മസ്തരം എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓൾ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. സെല്ലുലാർ ലെവൽ ബോഡി ഓർഗനൈസേഷൻ ഈസ് പ്രസൻറ്റ് ഇൻ കിങ്ഡം മൊണീറ ആൻഡ് പ്രോട്ടിസ്റ്റ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് കിങ്ഡം മൊണീറയിലും അതുപോലെ തന്നെ പ്രോട്ടിസ്റ്റയിലും കാണുന്നത് സെല്ലുലാർ ലെവൽ ബോഡി ഓർഗനൈസേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിങ്ഡം മൊണീറയ്ക്കും അതുപോലെ തന്നെ പ്രോട്ടിസ്റ്റയ്ക്കും അവരുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് കോശകീയ തലം അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിലുള്ള അറേഞ്ച്മെൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിക്സ്ത് ക്വസ്റ്റ്യൻ വരുന്നത് ബോഡി ഓർഗനൈസേഷൻ പ്രസൻറ്റ് ഇൻ കിങ്ഡം ഫഞ്ചൈ. അതായത് കിങ്ഡം ഫഞ്ചൈയിൽ കാണുന്ന ബോഡി ഓർഗനൈസേഷൻ ശരീരത്തിൻ്റെ ഘടന എങ്ങനെയുള്ളതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂ അറേഞ്ച്മെൻറ്റ്, ബി സെല്ലുലാർ ലെവൽ അറേഞ്ച്മെൻറ്റ്, സി ഓർഗൻ ലെവൽ അറേഞ്ച്മെൻറ്റ്, ഡി ഓർഗൻ സിസ്റ്റം ലെവൽ അറേഞ്ച്മെൻറ്റ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കിങ്ഡം ഫഞ്ചി അല്ലെങ്കിൽ ഫംഗസുകൾ എന്ന് പറയുന്നതിലുള്ള ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂ അറേഞ്ച്മെൻ്റ് ആണ് ഫംഗസിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഇവർ ബഹുകോശ ജീവികൾ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി സെല്ലുലാർ ലെവൽ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് കാണുന്നത് കിങ്ഡം മൊണീറയ്ക്കും അതുപോലെ തന്നെ പ്രോട്ടിസ്റ്റയ്ക്കുമാണ് കാണുന്നത്. ഓർഗൻ ലെവൽ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സസ്യങ്ങൾക്കാണ് കാണുന്നത്. ഇനി ഓർഗൻ സിസ്റ്റം ലെവൽ അറേഞ്ച്മെൻറ്റ് കാണുന്നത് ജന്തുക്കൾക്കുമാണ് കാണുന്നത്. അതായത് കിങ്ഡം അനിമേലിയയ്ക്കാണ് കാണുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ പ്രസൻറ്റ് ഇൻ കിങ്ഡം അനിമേലിയ ഈസ്. അതായത് കിങ്ഡം അനിമേലിയ അല്ലെങ്കിൽ ജന്തുക്കൾ എന്ന് പറയുന്ന ആ കിങ്ഡത്തിൽ കാണുന്ന മോഡ് ഓഫ് ന്യൂട്രീഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അവരുടെ പോഷണ രീതി എങ്ങനെയുള്ളതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹെട്രോട്രോപിക്, ബി ഓട്ടോട്രോഫിക്, സി ഹെട്രോട്രോഫിക്, ഡി ഓട്ടോട്രോഫിക്. ഓപ്ഷൻ ഇ വരുന്നത് ഓട്ടോട്രോഫിക്. എഫ് വരുന്നത് എ ബി സി ഒൺലി. ആദ്യത്തെ 3 ഓപ്ഷൻസ് ആണ് ശരിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ കിങ്ഡം അനിമേലിയയിൽ കാണുന്ന മോഡ് ഓഫ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ അവരുടെ പോഷണ രീതി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനാണ് അനിമേലിയ കാണിക്കുന്നത്. ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഇവർ പരപോഷികളായിരിക്കുന്നത്, സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്നില്ല, ആഹാരത്തിന് വേണ്ടി മറ്റു ജീവികളെ ആശ്രയിക്കുന്നവരാണ്. എന്ത് കിങ്ഡം അനിമേലിയയിൽ വരുന്നത് ഇവർ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനാണ് കാണിക്കുന്നത്. അതിൽ തന്നെ ഇവർ കാണിക്കുന്നത് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷനും അതുപോലെ തന്നെ സാപ്രോഫൈറ്റിക് അല്ലെങ്കിൽ ശവോപജീവികൾ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളവരുമാണ് അനിമേലിയയിൽ കാണുന്നത്. ഇനി ഓട്ടോട്രോഫിക് ഫോട്ടോസിന്തറ്റിക് മോഡ് കാണിക്കുന്നത് ആരാണ്? പ്ലാന്റെയാണ്. കിങ്ഡം പ്ലാന്റ് കാണിക്കുന്നതാണ് ഓട്ടോട്രോഫിക് ഫോട്ടോസിന്തറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അതായത് സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത്. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഇത് കാണിക്കുന്നത്. നമ്മൾ ഓപ്ഷൻ സി നോക്കിക്കഴിഞ്ഞാൽ ഹെട്രോട്രോഫിക്കിൽ സാപ്രോഫൈറ്റിക് ആൻഡ് പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ വരുന്നത് കിങ്ഡം ഫഞ്ചയിലാണ് വരുന്നത്. ഹെട്രോട്രോഫിക് അതായത് പരപോഷികളാണ്. അതിൽ തന്നെ സാപ്രോഫൈറ്റുകളായിട്ടും അതുപോലെ തന്നെ പാരസൈറ്റുകളായിട്ടും കാണുന്നവർ ആരാണ്? കിങ്ഡം ഫഞ്ചയിലുള്ളവരാണ്.
സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ശവോപജീവികളായിട്ടും അതുപോലെ തന്നെ പരാദങ്ങളായിട്ടും ജീവിക്കുന്നവർ കിങ്ഡം ഫഞ്ചയിലുള്ളവരാണ്. ഇനി ഓട്ടോട്രോഫിക് ഫോട്ടോസിന്തറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷനും അതോടൊപ്പം ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനും കാണിക്കുന്നവരാണ് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ആളുകൾ. അതായത് പ്രോട്ടിസ്റ്റയിലുള്ള ജീവികളെ നോക്കിക്കഴിഞ്ഞാൽ അവർ സ്വപോഷികളായിട്ടും കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഹെട്രോട്രോഫ് അല്ലെങ്കിൽ പരപോഷികളായിട്ടും കാണുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ കിങ്ഡം അല്ലെങ്കിൽ കിങ്ഡം മൊണീറയിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷനാണ് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനുമുണ്ട്, ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനുമുണ്ട്. അതായത് സ്വപോഷികളായിട്ടും പരപോഷികളായിട്ടും ഉള്ള ജീവികൾ ഇതിലുണ്ട്. സ്വപോഷികളിൽ തന്നെ കീമോസിന്തറ്റിക് കാറ്റഗറിയിലുള്ളവരുമുണ്ട്, ഫോട്ടോസിന്തറ്റിക് കാറ്റഗറിയിൽ ഉള്ളവരുമുണ്ട്. അതുപോലെ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനിൽ സാപ്രോഫൈറ്റുകളും പാരസൈറ്റുകളും ഉൾപ്പെടുന്നവരാണ് ഏത് കിങ്ഡം മൊണീറ എന്ന് അറിയപ്പെടുന്നത്. 8th question, select the correct statement about bacteria. ബാക്ടീരിയയെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ, ബാക്ടീരിയ ആർ ദ സോൾ മെമ്പേഴ്സ് ഓഫ് ദ കിങ്ഡം മൊണീറ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കിങ്ഡം മൊണീറയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദേ ആർ ദ മോസ്റ്റ് അബണ്ടൻറ്റ് മൈക്രോ ഓർഗാനിസംസ്. അതായത് ബാക്ടീരിയയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ സൂക്ഷ്മജീവികളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ദേ ഓൾസോ ലീവ് ഇൻ എക്സ്ട്രീം ഹാബിറ്റാറ്റ്. അതായത് എക്സ്ട്രീം ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ചൂട് കൂടിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ തണുപ്പ് കൂടിയ സ്ഥലങ്ങൾ, അതുമല്ലെങ്കിൽ ലവണത്വം കൂടിയ വാട്ടർ സിസ്റ്റം, ഇങ്ങനെയുള്ള എക്സ്ട്രീം ഹാബിറ്റാറ്റിലൊക്കെ ജീവിക്കാൻ കഴിവുള്ളവരാണ് ബാക്ടീരിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ദേ ആർ ഓട്ടോട്രോഫ്സ് ആൻഡ് ഹെട്രോട്രോഫ്സ്. അതായത് സ്വപോഷികളായിട്ടും അതുപോലെ തന്നെ പരപോഷികളായിട്ടും കാണുന്ന ഗ്രൂപ്പാണ് ബാക്ടീരിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഇ, ലാസ്റ്റ് ഓപ്ഷൻ ഓൾ ഓഫ് ദി എബോവ് ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 9th question, സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ ഈസ് കോൾഡ്. അതായത് സ്പെറിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഗോളാകൃതിയുള്ള ബാക്ടീരിയ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കോക്കസ് ആണ്. ഗോളാകൃതി അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പുള്ള ബാക്ടീരിയ കോക്കസ് എന്ന് വിളിക്കുന്നു. ഇനി ബാസില്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദണ്ഡാകൃതി അല്ലെങ്കിൽ റോഡ് ഷേപ്പ് ഉള്ളവരാണ് ബാസില്ലസ് എന്നറിയപ്പെടുന്നത്. കോമ ഷേപ്പ് ഉള്ളവരെ നമ്മൾ വിബ്രിയം എന്നാണ് വിളിക്കുന്നത്, കോമ ഷേപ്പ് ഉള്ളവരെ. ഇനി സ്പൈറുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈറൽ ഷേപ്പ് അല്ലെങ്കിൽ സർപ്പിൾ ആകൃതി ഉള്ളവരെയാണ് നമ്മൾ സ്പൈറുലം എന്ന് വിളിക്കുന്നത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് ബാക്ടീരിയ അതിൻ്റെ ബോഡി ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഈ 4 ഗ്രൂപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. 10th question, which of them are coming under ആർക്കിബാക്ടീരിയ? ആർക്കിബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹാലോഫൈൽസ്, ബി തെർമോ അസിഡോഫൈൽസ്, സി മെഥാനോജൻസ്, ഡി ഓൾ ഓഫ് ദി അബോവ്. ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന 3 ഓപ്ഷൻസ്, അതായത് ഓപ്ഷൻ എ, ബി ആൻഡ് സി എന്ന് പറയുന്ന 3 പേരും വരുന്നത് ആർക്കിബാക്ടീരിയ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി അബോവ് ആണ് വരുന്നത്. അതായത് ബാക്ടീരിയയിൽ വരുന്ന 3 ടൈപ്പ് ബാക്ടീരിയകളാണ് ഹാലോഫൈൽസ്, തെർമോ അസിഡോഫൈൽസ്, അതുപോലെ തന്നെ മെഥാനോജൻസ് എന്ന് പറയുന്നത്. അപ്പം ഹാലോഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലവണത്വം കൂടിയ വെള്ളത്തിൽ ജീവിക്കുന്നവരാണ് ഹാലോഫൈൽസ്. അതായത് ഉപ്പ് വെള്ളത്തിലൊക്കെ ജീവിക്കാൻ കഴിവുള്ള ബാക്ടീരിയ. തെർമോ അസിഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ ചൂട് കൂടിയ കണ്ടീഷനിൽ ജീവിക്കാൻ കഴിവുള്ളവരും. മെഥാനോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർഷി ഏരിയാസിലൊക്കെ കാണുന്ന, അതുപോലെ തന്നെ നമ്മുടെ കൗഡങ് ഇങ്ങനെയുള്ള ചാണകത്തിലൊക്കെ കാണുന്ന ബാക്ടീരിയയാണ് മെഥാനോജൻസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.